ഋഗ്വേദ പഠനം ക്ലാസ് 99. നമ്മളിന്ന് മണ്ഡലം 1 സൂക്തം 40 നോക്കുന്നത്. ഇത് ബ്രഹ്മണസ്പതി പറ്റിയാണ്. ബ്രഹ്മണസ്പതി എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിന് വേദം, ജ്ഞാനം, അറിവ്, ശാസ്ത്രം എന്നെല്ലാം അർത്ഥമെടുക്കാം. ജ്ഞാനം എന്ന് പറയുമ്പോൾ അറിവ് എന്ന് പറയുമ്പോൾ സയൻസും പ്രപഞ്ച രഹസ്യം മുഴുവനാണ്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ശാസ്ത്രങ്ങളുണ്ടോ അതെല്ലാം കൂടിയതാണ്. അതിൽ കണ്ടെത്തിയ ശാസ്ത്രവും ആധുനിക സയൻസും കണ്ടെത്താൻ കിടക്കുന്ന ശാസ്ത്രവും എല്ലാം പെടും അറിവിൽ. ഇപ്പം ബ്രഹ്മണസ്പതി എന്ന് പറയുമ്പോൾ അറിവിൻ്റെ പാലകനാണ്, സംരക്ഷകനെല്ലാമാണ്. അത് വേദത്തിൻ്റെ സംരക്ഷകനാണ്, പാലകനാണ്. അല്ലെ ആധുനിക സയൻസിൻ്റെ സംരക്ഷകനാണ്, പാലകനാണ്. അതിലൂടെയാണ് ഉപാസകനുമാണ്. അതിനെ ഉപാസിച്ചിട്ടാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് ഗണങ്ങളായിട്ടാണ്, കൂട്ടങ്ങളായിട്ടാണ്. ആദ്യം ചില വസ്തുക്കളെ ദ്വയമായി സൃഷ്ടിച്ച് അവയെ പലതരത്തിൽ കൂടിച്ചേർന്നിട്ടാണ് പ്രപഞ്ചങ്ങൾ ഉണ്ടായത്. ഇപ്പം ഗണം എന്ന് പറയുന്നത് എണ്ണലാണ്, അതായത് കൂട്ടമാണ്. അതായത് ആദ്യം ഇലക്ട്രോണും അതിൻ്റെ ദ്വയമായ പ്രോട്ടോണും ഉണ്ടായി. അവയെ കൂട്ടിച്ചേർത്തിട്ട് ന്യൂട്രോൺ ഉണ്ടായി. ഈ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും കൂട്ടിയിട്ടാണ് പല ഗണങ്ങളായ രുദ്രന്മാരുണ്ടായത്, ആറ്റങ്ങളുണ്ടായത്. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണിനെയും പല അളവിൽ കൂട്ടിച്ചേർത്ത്, പ്രത്യേക തരത്തിൽ കൂട്ടിച്ചേർത്ത്, സയൻസിൻ്റെ, അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടിച്ചേർത്ത് ഉപാസിക്കുമ്പോൾ, അപ്പം സയൻസിനെ ഉപാസിക്കുമ്പോൾ ബ്രഹ്മണസ്പതി സയൻസിനെ ഉപാസിക്കുന്നവനാണ്. അതിലൂടെ ഉണ്ടാകുന്ന ആറ്റങ്ങളെ അല്ലെങ്കിൽ കണങ്ങളെ പലതരത്തിലായിട്ട് കൂട്ടിച്ചേർത്തിട്ട് പല ഗണങ്ങളായിട്ട് തിരിച്ചു. ഇപ്പം നമ്മളെ പീരിയോഡിക് ടേബിളിൽ പല ഗണങ്ങളായിട്ട് ആറ്റങ്ങളെ തിരിച്ചിട്ടുണ്ട്. ആറ്റങ്ങളെ രുദ്രന്മാരാണ്. അങ്ങനെ ഉണ്ടാകുന്ന ആറ്റങ്ങളെ പല റേഷ്യോയിൽ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ കൂട്ടിച്ചേർത്തിലൂടെ ഗണങ്ങളാക്കി തിരിക്കുന്നതിലൂടെ, അതുകൊണ്ടാണ് ഗണപതി എന്ന് പറയുന്നത്. അപ്പം ബ്രഹ്മണസ്പതി യഥാർത്ഥത്തിൽ വേദങ്ങളെ ഉപാസകനാണ്, ജ്ഞാനത്തിൻ്റെ ഉപാസകനാണ്. അങ്ങനെ ഉപാസിക്കുമ്പോൾ അത് ഗണപതിയായിട്ട് മാറും. പലതരം ഗണങ്ങളുള്ള വസ്തുക്കളായിട്ട് മാറിയിട്ട് അതാണ് ഒടുവിൽ പ്രപഞ്ചമായി മാറിയത്. അതുകൊണ്ട് തന്നെ ബ്രഹ്മണസ്പതിക്ക് അടുത്ത സ്റ്റേജ് ഗണപതി തന്നെയാണ്. ഇപ്പം ഗണപതി മന്ത്രത്തിലോ സൂക്തത്തിലോ എല്ലാം ഇതിനെപ്പറ്റിയുള്ള പരാമർശം കാണാം. ഈ ഒരു ധാരണ വെച്ചുകൊണ്ട്, അതായത് നമുക്ക് ലളിതമായിട്ട് വേദങ്ങൾ, സയൻസ്, ജ്ഞാനം, ഈ അർത്ഥത്തിൽ അതാണ് ഗണങ്ങളായിട്ട് തിരിഞ്ഞിട്ട് പ്രപഞ്ചമായി മാറി. ഈ ഒരു ജ്ഞാനം വെച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 40-1. ഋഷി കണ്വൻ, ദേവത ബ്രഹ്മണസ്പതി, ഛന്ദസ് ബൃഹതി, തൃഷ്ടുപ്പ്. ഉത്തിഷ്ഠ ബ്രഹ്മണസ്പതേ ദേവയന്തസ്തുമഹേ ഉപപ്രയന്തു മരുതസ്സു ദാനവ ഇന്ദ്രപ്രാശുർ ഭവാശ്ചാം. ബ്രഹ്മണസ്പതിമാരോട് ഉണരുവാൻ പറയുന്നു. ദേവകളെ ആഗ്രഹിക്കുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മംഗളദായകരമായ മരുത്തുക്കളും ഞങ്ങളുടെ അടുത്ത് വരേണമേ. ഇന്ദ്രൻ ഇവിടേക്ക് വേഗത്തിൽ വന്നാലും. ബ്രഹ്മണസ്പതിയോട്, ഇതിലേക്ക് ജ്ഞാനത്തോട് അല്ലെങ്കിൽ സയൻസിനോട് ഉണരുവാൻ പറയുകയാണ്. എന്തിന്?
നമുക്ക് ദേവതകളെ വേണം. നമ്മൾ ദേവതകളെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദേവതകളെ ഉണ്ടാക്കി തരാൻ വേണ്ടി അങ്ങുണരുക. ദേവതകൾ എന്താണ്? വേദത്തിലെ ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള 30 മുക്കോടി വസ്തുക്കളും ദേവതകളാണ്. ഈ ദേവതകളെല്ലാം ജ്ഞാനത്തിലൂടെ പല ഗണങ്ങളായി തിരിച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ശാസ്ത്രത്തോട്, ബ്രഹ്മണസ്പതിയോട്, ജ്ഞാനത്തോട് പറയുകയാണ്, ദേവതകളെ ആഗ്രഹിക്കുന്ന നമ്മൾ നിന്നെ സ്തുതിക്കുന്നു. സ്തുതിക്കുക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പല ദേവതകളെ സൃഷ്ടിക്കുക. അങ്ങനെയാണ് 30 മുക്കോടി പ്രപഞ്ചത്തിൽ കാണുന്ന കല്ലും മണ്ണുമെല്ലാമായ ദേവതകളെ. അതൊന്നും ഈശ്വരനല്ല. നമ്മൾ അവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത്. അതെല്ലാം കല്ലും മണ്ണും എല്ലാം ദേവതകളാണ്. മംഗളകരമായ മംഗളം ഉണ്ടാക്കുന്ന മരുത്തുക്കളും നമ്മുടെ അടുത്ത് വരണേ എന്ന് പറയുമ്പോൾ ഈ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ 7 ലോകങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ആ 7 ലോകങ്ങളിലുള്ളത് 49 മരുത്തുക്കളാണ്. ആ മരുത്തുക്കളും ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിലൂടെയാണ് ഉണ്ടായത്. 49 മരുത്തുക്കളും ഉണ്ടായി. അതിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അതിങ്ങനെയുള്ള ഗണങ്ങളിലൂടെ കൂട്ടി ആറ്റങ്ങൾ കൂട്ടിച്ചേർത്ത് വസ്തുക്കളായി, വലുതായി, മണ്ണായി, കല്ലായി എല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അതുകൊണ്ട് ഇന്ദ്രനെയും വിളിക്കുകയാണ്, നീ വേഗം ഇവിടെ വരിക. അപ്പൊ എന്ത് കൂട്ടിച്ചേർക്കൽ നടക്കുമ്പോഴും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അതാണ് ഇന്ദ്രൻ. അപ്പം സയൻസ് മാത്രം ഉണ്ടായാൽ പോരാ. സയൻസിന്റെ അടിസ്ഥാനത്തിൽ ആറ്റങ്ങളെ കൂട്ടിച്ചേർത്ത് കല്ലും മണ്ണും എല്ലാം ആക്കുമ്പോൾ അവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ഏകീകരിക്കാൻ ഒരു ശക്തി വേണം. ആ ശക്തിയാണ് ഇന്ദ്രൻ. നമ്മളൊരു പ്ലാൻ, സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു വീട്ടിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ല. അതിനെ ഏകീകരിക്കാൻ മേസ്ത്രിയും മറ്റുള്ളവരും എല്ലാം വേണം. അതുപോലെ തന്നെ പ്ലാൻ അനുസരിച്ച്, സയൻസ് അനുസരിച്ച് പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അവിടെയെല്ലാം ഏകീകരിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. ഇനി രണ്ടാമത്തെ മന്ത്രത്തിലേക്ക്. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 42. തോമിഥി സഹസസ്പുത്രമർത്യ ഉപബ്രുതേ ധനേഹിതേ സുവീര്യം മരുത ആ ശസ്വ്യം ദധീത യോവ ആചകേ. ബ്രഹ്മണസ്പതി ധനവാനായി കഴിഞ്ഞാൽ മനുഷ്യർ മനോഹരമായ കുതിരകളാലും ശക്തിയാലും യുക്തമായ ഐശ്വര്യം പ്രാപിക്കുന്നു. പറയുന്നത് ബലപുത്രനായ ബ്രഹ്മണസ്പതി. ബ്രഹ്മണസ്പതി എന്ന് പറഞ്ഞാൽ സയൻസ്, ശാസ്ത്രം, അതിനെ ഉപാസിക്കുന്നവൻ, അതിനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നവൻ. അപ്പം നമ്മുടെ ശക്തി എന്ന് പറയുന്നത് സയൻസാണ്, ജ്ഞാനമാണ്. ജ്ഞാനമാണ് ഏറ്റവും വലിയ ബലം. അതുകൊണ്ടാണ് ബലപുത്ര എന്ന് വിളിക്കുന്നത്. അങ്ങനെ നീ വന്ന് നമുക്ക് ധനങ്ങളെല്ലാം നൽകുമ്പോൾ, ധനം നൽകുക നമുക്ക് വേണ്ട എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിലുള്ള ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനുഷ്യർക്ക് എന്തെല്ലാം കിട്ടുന്നു? കുതിരകളെ കിട്ടുന്നു, ശക്തി കിട്ടുന്നു, ഐശ്വര്യം നേടുന്നു, എല്ലാം. അപ്പം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലൂടെയാണ് നമ്മൾ ഐശ്വര്യം നേടുന്നത്. മാങ്ങ, ചക്ക, ഇതെല്ലാം തന്നെയാണ് ഐശ്വര്യം. അപ്പം ഈ വസ്തുക്കളെല്ലാം നീ ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ ഗുണമാർക്കാണ്, മനുഷ്യർക്കാണ്. അവരുടെ ഐശ്വര്യം വർദ്ധിക്കും, അവർക്ക് കുതിരകളെ കിട്ടും. ഈ ആറ്റങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് കുതിര ഉണ്ടാക്കിയിരിക്കുന്നത്. ശക്തി ലഭിക്കും. ആറ്റങ്ങളുടെ ശക്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ് വൈദ്യുതിയെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 40-3. വൈപ്രതു ബ്രഹ്മണസ്പതി പ്രദേവേതു സുനിർദ അച്ഛാവീര്യം നര്യം പങ്ക്തിരാധസം ദേവായജ്ഞം നയന്തുന. ബ്രഹ്മണസ്പതിയും പ്രിയ സത്യസ്വരൂപിണിയായ വാണിയും നമ്മെ സമീപിക്കട്ടെ. ദേവഗണം പഞ്ചഗവ്യയുക്തരായി നമ്മുടെ യാഗത്തിൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി വന്നു ചേരട്ടെ. ഇവിടെ ബ്രഹ്മണസ്പതിയോട് പറയുകയാണ്, നീ വാണി രൂപത്തിൽ ഞങ്ങളെ സമീപിക്കുക. വാണി രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ശബ്ദരൂപത്തിൽ. ശബ്ദരൂപത്തിലാണ് ജ്ഞാനം ഒഴുകുന്നത്. ജ്ഞാനം വാക്കുകളായിട്ടാണ് ഒഴുകുന്നത്.
നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുന്നത് തറ പറ എന്നെല്ലാം വാക്കുകളിലൂടെയാണ്. അതുകൊണ്ട് ബ്രഹ്മണസ്പതിയെയാണ് ഏറ്റവും വലിയ കവി എന്നും പറയും. ലോകത്തിലെ ഏറ്റവും വലിയ കവി. കവികൾ ഭാഷ വെച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. കവികളല്ല, അവർ അക്ഷരങ്ങൾ വെച്ച് ഭാഷ വെച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അത് വാണി രൂപത്തിലാണ് പ്രവഹിക്കുന്നത്. അതുകൊണ്ട് നിന്റെ വാണി രൂപത്തിൽ, ഞാനിപ്പം പറയുന്നതും വാണി രൂപത്തിലാണ് വരുന്നത്, ആ വാണി രൂപത്തിൽ നമ്മെ സമീപിക്കട്ടെ. അങ്ങനെ അതിലൂടെ നമ്മൾ നടക്കുന്ന പഞ്ചഗവ്യങ്ങളെ കൊണ്ട്, പഞ്ചഭൂതങ്ങളെ കൊണ്ട് നമ്മൾ നടത്തുന്ന യജ്ഞങ്ങൾ മനുഷ്യന് നന്മയുണ്ടാകട്ടെ. അങ്ങനെ ആ ശാസ്ത്രത്തിൻ്റെ ജ്ഞാനം പ്രവഹിക്കുമ്പോൾ അതിൻ്റെ സഹായത്താൽ ഇവിടെയുള്ള എല്ലാ വസ്തുക്കളെയും പഞ്ചഭൂതങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യജ്ഞം നടത്തുമ്പോൾ മനുഷ്യർക്ക് എന്തുണ്ടാവുന്നു? നന്മ ഉണ്ടാവുന്നു. ഇനി 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 40-4 യോവാഖദേ ദദാതി സുനരം വസു സന്തഥേ അക്ഷിതിശ്രവാ തസ്മായിളാം സുവീരാമ യജാമഹേ സുപ്രദൂർത്തി മനേഹസം. ഋത്വിക്കുകൾക്ക് ശരിയായി ധനം നൽകുന്ന യജമാനന്മാർ അക്ഷയമായ യശസ് പ്രാപിക്കുന്നു. അയാൾക്ക് വേണ്ടി ശത്രുഹിംസയും ആരാലും ഹിംസിക്കപ്പെടാൻ കഴിയാത്തവളുമായ ഇളയെ ഞങ്ങൾ യജ്ഞശാലയിലേക്ക് വിളിക്കുന്നു. 4 പറയുകയാണ്, ധനം നൽകുന്നതിന്, ധനം ലഭിക്കുന്നതിന് വേണ്ടി യജമാനൻ ഋത്വിക്കുകളുടെ യജ്ഞം നടത്തുമ്പോൾ, ഋത്വിക്കുകൾ എന്ന് പറയുമ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ, സയൻസ് അറിയുന്നവരുടെ യജ്ഞം, യജമാനൻ എന്ന് പറയുന്നത് ആരുമാകാം. നമ്മളെന്തൊക്കെ ഒരാളെ കൊണ്ട് ജയിപ്പിക്കുകയാണെങ്കിൽ, നമുക്ക് സയൻസ് ഒന്നും അറിയില്ലെങ്കിൽ എഞ്ചിനീയർ ഡോക്ടറെല്ലാം വിളിച്ചിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ഒരു യജമാനൻ ഋത്വിക്കുകളെ, ആ സയൻസ് അറിയുന്ന വ്യക്തികളെ വിളിച്ചുകൊണ്ട് യജ്ഞം നടത്തുമ്പോൾ എന്തുണ്ടാകുന്നു? അദ്ദേഹത്തിൻ്റെ യശസ് വർദ്ധിക്കുന്നു. അയാൾക്ക് വേണ്ടിയിട്ട് ആ യജ്ഞം ചെയ്യുമ്പോൾ ശത്രുഹിംസകയും ആരാലും ഹിംസിക്കുവാൻ കഴിയാത്തവളുമായ ഇളയെ നമ്മൾ യജ്ഞത്തിലേക്ക് വിളിക്കുകയാണ്. ഇള എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. പശു എന്ന അർത്ഥമുണ്ട്. പശു എന്ന് പറയുമ്പോൾ ഭൂമി എന്ന അർത്ഥമുണ്ട്. ആറ്റങ്ങളിൽ വരുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, പശു ഭൂമിയെല്ലാം ഇലക്ട്രോണുകളാണ്. അപ്പോൾ ഇലക്ട്രോണുകളെ യജ്ഞത്തിലേക്ക് വിളിക്കുന്നു. ഇലക്ട്രോണുകളാണ് യജ്ഞത്തിൽ പങ്കെടുക്കുന്നത്. നമ്മൾ ഇവിടെ വിവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് പശുവെന്നും ഭൂമിയെന്നും എല്ലാം പറയാനേ പറ്റുള്ളൂ. പക്ഷേ ആറ്റങ്ങളിൽ പശു, ഭൂമി എന്നെല്ലാം പറയുന്നതിനെ ഇലക്ട്രോണുകളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇലക്ട്രോണുകളെയും ഈ യജ്ഞത്തിലേക്ക് വിളിക്കുകയാണ്. അതും കൂടി ഉണ്ടെങ്കിലേ കൂടിച്ചേർന്ന് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാവുകയുള്ളൂ. ഇനി 5 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 40-5 പ്രനൂനം ബ്രഹ്മണസ്പതിർ മന്ത്രം വദത്തി ഉക്ത്യം യസ്മിൻ ഇന്ദ്രോ വരുണോ മിത്രോ അര്യമ ദേവ ഓകാംസി ചക്രിരേ. ബ്രഹ്മണസ്പതി എല്ലാ ശാസ്ത്രമന്ത്രങ്ങളും ഉച്ചരിക്കുന്നു. ആ മന്ത്രങ്ങളിൽ ഇന്ദ്രൻ, അര്യമ തുടങ്ങിയ ദേവതകൾ വസിക്കുന്നു. ബ്രാഹ്മണസ്പതി എല്ലാ മന്ത്രങ്ങളും ശാസ്ത്രമന്ത്രങ്ങളും ഉച്ചരിക്കുന്നു. ബ്രാഹ്മണസ്പതി എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. ജ്ഞാനം എല്ലാ ശാസ്ത്രങ്ങളും, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നുള്ള വിഷയങ്ങൾ മാത്രമല്ല, മാത്സും ഹിസ്റ്ററിയും ചരിത്രവും പൊളിറ്റിക്സും എല്ലാം തന്നെ സയൻസിൽ വരുന്നതാണ്. അത് കലകളും എല്ലാം അതിൽ വരുന്നതാണ്. അതെല്ലാം കൂടിയിട്ട് തന്നെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ബ്രാഹ്മണസ്പതി എല്ലാ ജ്ഞാനവും, സയൻസും ജ്ഞാനവും അറിവിനെ അർത്ഥമുള്ളൂ.
അതിൻ്റെ എല്ലാം ഉപാസകനാണ്, അതിൻ്റെ എല്ലാം സംരക്ഷകനാണ്. അതുകൊണ്ട് അദ്ദേഹം ഇതെല്ലാം ഉച്ചരിക്കും. ആ മന്ത്രങ്ങളിലാണ് ഇന്ദ്രൻ, ആര്യമാവ് മുതലായ ദേവതകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ദ്രൻ എന്ന് പറയുന്നത് ഏതെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അതിനെ പൂർത്തീകരിക്കുന്ന പിന്നാലെ വരും. ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർക്കുമ്പോൾ വെള്ളമാകുമ്പോൾ അവിടെ ഇന്ദ്രൻ വന്നിട്ടാണ് അതിനെ യോജിപ്പിക്കുന്നത്. അവിടെ എന്തുണ്ട്? ഒരു സയൻസ് ഉണ്ട്. ആ സയൻസാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നത്. വിറക് കക്കലിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് വെച്ചാൽ അതിലെ കാർബൺ ഓക്സിജനുമായിട്ട് കൂടി ചൂട് കിട്ടുമ്പോൾ അനുകൂലമായ സാഹചര്യത്തിൽ കാർബണും ഓക്സിജനും കൂടിച്ചേർമ്പോൾ അവ കൂടിച്ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡാവും. അപ്പോൾ ചൂട് പുറത്തേക്ക് വരും. ഇതാണ് സയൻസ്. ആ സയൻസിൽ നിന്നുള്ള ഒരു പ്രേരക ശക്തിയാണ് കാർബണെയും ഓക്സിജനെയും കൂട്ടിച്ചേർത്തിട്ട് അഗ്നിയെ പുറത്തേക്ക് വിടുന്നത്. ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ദ്രൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? സയൻസിൽ നിന്നുള്ള എന്ത് സാമ്പാറാക്കി ഉണ്ടാക്കുമ്പോഴും അവിടെ ഒരു സയൻസ് ഉണ്ട്. ആ സയൻസിൻ്റെ നിന്ന് വരുന്ന പ്രേരക ശക്തിയാണ് ആ ഉയർന്ന ടെമ്പറേച്ചറിൽ അവയെല്ലാം കൂടിച്ചേർന്നിട്ട് പുതിയൊരു ദേവത, പുതിയൊരു സാമ്പാറായി മാറാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 40-6 തമിദ്യോചേമ വിധതേഷു ശംഭുവം മന്ത്രം ദേവാ അനേഹസം ഇമാം ച വാചം പ്രതിഹര്യഥ നരോ വിശ്വേദ്വമാവോ അസ്നവത്. സുഖദായകവും വിഘ്നനാശകവുമായ മന്ത്രം ഞങ്ങൾ യജ്ഞത്തിൽ ഉച്ചരിക്കുന്നു. ദേവന്മാർ ഈ മന്ത്രരൂപമായ വാണി ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സുന്ദര വചനങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. വസ്തുക്കളോട് പറയുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം ദേവതകളാണ്. ചോറുണ്ടാക്കാനാണെങ്കിൽ അരിയും വെള്ളവും ദേവതയാണ്, അഗ്നി ദേവതയാണ്. ഇത് മൂന്നുമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ദേവതകൾ. അപ്പം ദേവതകളോട് പറയുകയാണ്, സുഖം നൽകുന്നതും വിഘ്നം നശിപ്പിക്കുന്നതുമായ മന്ത്രം ഞങ്ങൾ യജ്ഞത്തിൽ ഉച്ചരിക്കുന്നു. അതായത് അരിയും വെള്ളവും അഗ്നിയും ഓടും പറയുകയാണ്, ഈ ദേവതകളോട് പറയുകയാണ്, സുഖം നൽകാൻ, സുഖമുള്ള അരി ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് വിഘ്നങ്ങളെ നശിപ്പിക്കുന്ന മന്ത്രം. അതായത് വിഘ്നം എന്താണ്? ഈ അരിയും വെള്ളവും കൂടി ചേർന്നിട്ട് ചോറായി മാറുന്നില്ല. അരി എടുത്തിട്ട് വെള്ളത്തിലിട്ടാൽ ചോറായി മാറുന്നില്ല. അത് എതിർക്കും, ചോറാൻ തയ്യാറില്ല. അപ്പോഴാണ് അഗ്നിയുടെ സഹായത്താൽ, സയൻസിന്റെ സഹായത്താൽ നമ്മൾ അഗ്നി ഉപയോഗിച്ചിട്ട് ചൂടാക്കുന്നു. അപ്പൊ ആ വിഘ്നങ്ങളെല്ലാം മാറി ഇത് പുതിയൊരു ദേവത, ചോറുന്ന ഒരു ദേവതയായിട്ട് മാറും. അതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? മന്ത്രം ഞങ്ങൾ യജ്ഞത്തിൽ പ്രയോഗിക്കുന്നു. അതിന് വേണ്ട ശാസ്ത്രതത്വം അതാണ്. അരിയും വെള്ളവും എടുത്തിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് ചോറായിട്ട്, ആ കടശലം മാറിയിട്ട് ചോറായിട്ട് മാറും. അതുകൊണ്ട് ദേവന്മാരോട് പറയുകയാണ്, ഞാൻ ഈ പറയാൻ പോകുന്ന ഉരുവിടുന്ന വാണി ശ്രദ്ധിക്കുക. ഞാൻ എന്താണ് പറയുന്ന വാണി? എന്താണ്? അരിയും വെള്ളവും ചൂടാക്കിയാൽ അത് ചോറായി മാറും. അതാണ് സയൻസ് തത്വം. ആ വാണി നിങ്ങൾ സ്വീകരിച്ചിട്ട് അരിയും വെള്ളവും അഗ്നി എന്നീ ദേവതകൾ ആ സയൻസ് തത്വം സ്വീകരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിപ്പിച്ചിട്ട് ഇന്ദ്രനാടെ വന്നിട്ട് അതിനെയെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ചോറാക്കി മാറ്റുക. അപ്പം എൻ്റെ വാണി, ഞാൻ ഉപയോഗിക്കുന്ന സയൻസ് തത്വം നിങ്ങൾ സ്വീകരിച്ച് അരിയും വെള്ളവുമെല്ലാം ചോറായി മാറട്ടെ. അങ്ങനെ ഞങ്ങളുടെ എല്ലാ സുന്ദര വചനവും നിങ്ങൾക്ക് ലഭിക്കട്ടെ. നമ്മൾ സുന്ദരമായ വചനങ്ങൾ പറയും. എന്താണ് സുന്ദരമായ വചനങ്ങൾ? ചിലപ്പോൾ പാത്രത്തിൽ അരിയും വെള്ളവും ഇട്ടിട്ട് മൂടിയിട്ടിട്ട് ചൂടാക്കും. ചിലപ്പോൾ അതിലും സുന്ദരമായ വചനം പറയാം. എന്താണ് വചനം? അരിയും വെള്ളവും ചൂടാക്കി കഴിഞ്ഞാൽ ചോറായി മാറും. അതിലും സുന്ദരമായ വചനം എന്താണ്? അരിയും വെള്ളവും ചൂടാക്കുമ്പോൾ കുറച്ച് പ്രഷറും കൂടി കൊടുക്കുകയാണെങ്കിൽ വളരെ വേഗം വെന്ത് കിട്ടും. അത് വേറൊരു സയൻസ് വചനമാണ്.
സുന്ദരമായ വചനമാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ അരിയും വെള്ളവും പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് കൊടുക്കും. അപ്പം അതിനകത്ത് പ്രഷറും ഉണ്ട്. അപ്പം നിങ്ങൾ ഇന്ദ്രനോട് പറയാണ് സുഖമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അതിനെ സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 40-7. കോ ദേവയന്തം അസ്നഭജ്ജനം കോ വ്യക്തബർഹിഷം പപ്രദാശ്വാൻ പത്യാഭിർ അസ്ഥിതാന്തർവ വക്ഷയം ദധേ. ദേവകളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നവരുടെ അടുത്തേക്ക് ആര് വരും? ദർഭ മുറിക്കുന്നവൻ്റെ അടുക്കൽ ആര് വരും? ഖബർദാതാവായ മനുഷ്യൻ മറ്റു മനുഷ്യരോടുകൂടി മൃഗങ്ങളും പുത്രാദികളും ഉള്ളതായ ഭവനത്തിലേക്ക് പോയി. ഈ 7 പറയുന്നത് ദേവതകളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നവരുടെ അടുക്കൽ ആരാണ് വരിക, ഗർഭം മുറിക്കുന്നവന്റെ അടുക്കൽ ആരാണ് വരിക എന്ന് ചോദിക്കുകയാണ്. അതായത് പ്രപഞ്ചത്തിൽ പല കർമ്മങ്ങളും നടക്കുന്നുണ്ട്. ആ കർമ്മത്തിന് നേതൃത്വം നൽകുന്നത് ആരാണ്? ഉദാഹരണമായിട്ട് ഈ പ്രപഞ്ച സൃഷ്ടി സമയത്ത് ഗോളങ്ങളെ എല്ലാം പിടിച്ച് സൂര്യൻ്റെ ചുറ്റുമെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പല യജ്ഞങ്ങളും നടക്കുന്നുണ്ട്. ആറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആറ്റങ്ങളെ കൂട്ടിച്ചേർത്ത് തന്മാത്രകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ദേവതകളാണ്. ആ ദേവതകളെ അന്ന് ചേർക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ വസ്തുക്കൾ ഉണ്ടാകാൻ ശ്രമിക്കുമ്പോൾ അവിടെ അടുത്ത് ആരാണ് വന്നിരുന്നത്? ഇവിടെ പറയുകയാണ് ഹവൻദാതാവായ യജമാനൻ, യജ്ഞം നടത്തുന്ന യജമാനൻ മനുഷ്യരോടൊപ്പം, അതായത് മനുഷ്യര് ശാസ്ത്രജ്ഞന്മാരോടൊപ്പം ചേർന്ന് അവരുടെ വീടുകളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം അവർ വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതല്ലാതെ പുറത്തു കുറേ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ആരാണ് യജമാനനല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്? അവിടെ യജമാനായിട്ട് ആക്ട് ചെയ്യുന്നത് ആര് തന്നെയാണ്? ഈ സയൻസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിവിശേഷം ബ്രഹ്മണസ്പതി. അപ്പം മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളെ പറ്റിയാണ് മുമ്പ് പറഞ്ഞത്. മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ കുറച്ചാണ്, ഈ ഭൂമിയിലാണ്. പ്രപഞ്ചത്തിൽ എന്തെല്ലോ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊന്നും മനുഷ്യരും ശാസ്ത്രജ്ഞന്മാരും പോയിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയപ്പോൾ എന്ന സമയത്തൊന്നും മനുഷ്യരൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഈ യജ്ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സയൻസ് തന്നെയാണ് ഇരുന്നത്. സയൻസിൽ നിന്ന് വരുന്ന പ്രേരക ശക്തി അത് തന്നെയാണ് ബ്രഹ്മണസ്പതി. ആ ബ്രഹ്മണസ്പതി തന്നെയാണ് നേതൃത്വം കൊടുത്തിട്ട് ആറ്റങ്ങൾക്ക്, ഇലക്ട്രോണിക് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ കണങ്ങളിൽ തുടങ്ങിയിട്ട് ഈ മനുഷ്യർ വരെയുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചത്. അതിൻ്റെ ശേഷമുള്ള പ്രവൃത്തികളിൽ മനുഷ്യരും ഈ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇനി 8 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 40-8. ഉപക്ഷത്രം പ്രിഞ്ചീതഹന്തി രാജഭിർഭയേ ചിത്സുക്ഷിതം ദധേ ന്യാസ്യവർത്താന തരുതാമഹാധനേ ജ്ഞാർഭേ അസ്തി വജ്രണാം. ബ്രഹ്മണസ്പതി തൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് രാജാവിനോടുകൂടി ചേർന്ന് ശത്രുക്കളെ നശിപ്പിക്കുന്നു. അദ്ദേഹം ഭയത്തിൻ്റെ സമയത്ത് സുഖം നൽകുന്നവനാകുന്നു. ആ വജ്രധാരി യുദ്ധത്തിൽ ആരാലും അമർത്തപ്പെടുന്നില്ല. ബ്രഹ്മണസ്പതി തൻ്റെ ശക്തി വർദ്ധിപ്പിച്ച്, അപ്പം ബ്രഹ്മണസ്പതിയാണ് ഈ പ്രപഞ്ചം നിർമ്മിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തി. അത് സയൻസാണ്. ആ സയൻസും അതിൻ്റെ കൂടെയുള്ള പ്രേരക ശക്തിയും അതിൻ്റെ അധിപൻ, അതിനെയാണ് ബ്രഹ്മണസ്പതി എന്ന് പറയുന്നത്. ആ ശക്തി വിശേഷമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത്. അതിൻ്റെ ശേഷം ശക്തി വർദ്ധിപ്പിച്ച് രാജാവിനോട് കൂടി ചേർന്ന്, പിന്നെ മനുഷ്യരെ സൃഷ്ടിച്ചതിൻ്റെ ശേഷം മനുഷ്യരോട് കൂടി ചേർന്ന്, അതായത് രാജാവ്, നേതൃത്വം എടുക്കുന്ന രാജാവിനോട് കൂടി ചേർന്ന് ശത്രുക്കളെ നശിപ്പിക്കുന്നു, പ്രതിബന്ധങ്ങളെ നശിപ്പിച്ച് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ മനുഷ്യരൊന്നുമില്ല, യജമാനനൊന്നുമില്ല. അന്ന് യജമാനനായിട്ട് ആക്ട് ചെയ്തതും
ഋത്വിക്കുകളുടെ എല്ലാം പങ്കെടുത്തിരിക്കുന്നത് ഈ ബ്രഹ്മണസ്പതിയാണ്. അത് സയൻസിന്റെ ശക്തിയാലാണ്. ആ സയൻസിന്റെ ശക്തിയാൽ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചു. പിന്നെ മനുഷ്യരെ സൃഷ്ടിച്ചു. പിന്നെ മനുഷ്യരെ നയിക്കുന്ന രാജാവിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പിന്നെ എന്ത് ചെയ്യുകയാണ്? ഇവിടുത്തെ എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിക്കൊണ്ട് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുകയാണ്. അവൻ ഭയത്തിന്റെ സമയത്ത് സുഖം നൽകും. നമുക്ക് എന്തെങ്കിലും ഭയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഭയത്തെ നമ്മൾ മറികടക്കേണ്ടത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അയ്യോ ഭയങ്കര വെയിലത്തെങ്ങനെ നമ്മൾ ജീവിക്കും എന്ന് ചിന്തിച്ചപ്പോൾ മനുഷ്യന് സയൻസിന്റെ സഹായത്താൽ അവൻ എന്ത് ചെയ്തത്? വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കൂടി, അല്ലെങ്കിൽ ഗുഹയിലേക്ക് കൂടി. ഇതെല്ലാം സയൻസിന്റെ അടിസ്ഥാനത്തിൽ വെയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അവൻ കണ്ടെത്തി. എന്നിട്ടോ അപ്പം ഭയത്തിന്റെ സമയത്ത് എന്തോ ഭയം ഉണ്ടാകുമ്പോൾ ഇപ്പൊ ശത്രുക്കളെ ഭയക്കുമ്പോൾ നമ്മൾ ആലോചിക്കും എന്താ വഴി, ഒരു തോക്ക് വാങ്ങി വെക്കാമോ, തോക്കുണ്ടാക്കും, വെടിവെക്കേണ്ട ഒരു സാധനം വന്നു. അതുണ്ടായിരുന്നെങ്കിൽ ശത്രു വരുമ്പോൾ വെടിവെക്കായിരുന്നു. അപ്പോൾ സയൻസിന്റെ സഹായത്താൽ നമ്മൾ തോക്കുണ്ടാക്കിയിട്ട് ശത്രു വരുന്നതെന്ന് കാണുമ്പോൾ തോക്കുമായിട്ട് നിൽക്കും. എപ്പോഴും ഭയത്തിൽ നിന്നും ഭയം മാറ്റിയിട്ട് സുഖം നൽകുന്നു. ആ വജ്രധാരിയെ ആരാലും അമർത്തപ്പെടുവാനാകില്ല. ആ ഒരു വജ്രം ധരിച്ചിരിക്കുന്ന ആ ജ്ഞാനത്തെ, ആ സയൻസിനെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല. ആ സയൻസ് അല്ലെ ആ സയൻസിന്റെ അധിപനായ ബ്രഹ്മണസ്പതിയെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല.